ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആനീസ് ക്രേവിംഗ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. പാലിൽ നിന്നും ഈസിയായി വെണ്ണയും നെയ്യും എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഒരു സോസ് പാനിലേക്ക് മാറ്റാം. ഇതിനോടൊപ്പം 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കാം. പാല് തിളപ്പിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ചേർത്ത് വേണം തിളപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. നെയ്യ് ഉണ്ടാക്കാൻ എടുക്കുന്ന പാല് എപ്പോഴും ഫുൾ ക്രീം മിൽക്ക് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നെയ്യ് കൂടുതലായി കിട്ടുകയുള്ളൂ. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം തുറന്ന് വെച്ച് തണുപ്പിച്ചെടുക്കാം. തുറന്ന് വെച്ച് തണുപ്പിക്കുമ്പോൾ ഇതിലെ നെയ്യെല്ലാം ഒരു ലെയറായിട്ട് മേളിൽ ഫോം ചെയ്യും. പാല് തണുത്തിട്ടുണ്ട്. അപ്പം നെയ്യെല്ലാം മേളിൽ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് സ്പൂൺ കൊണ്ട് എടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഞാനിവിടെ തൈരുണ്ടാക്കുന്ന രീതിയിൽ ചെയ്തിട്ടാണ് നെയ്യ് എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാലിൻ്റെ മുകളിൽ ഫോം ചെയ്തിരിക്കുന്ന ക്രീം ലെയർ ഈ തൈരിലേക്കിട്ട് മിക്സ് ചെയ്ത് ഒരു രാത്രി പുറത്ത് വയ്ക്കാം, സെറ്റാവുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. സെക്കൻഡ് ഡേ മുതൽ ഇതിൽ പാലിൻ്റെ പാട ഇട്ട ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് 8-10 ദിവസം ഇങ്ങനെ തുടരാം. 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് കുറച്ച് തൈര് ഇതിൽ ചേർക്കാം, എന്നിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഇത് ഒരാഴ്ചയായി ഞാൻ എടുത്തു വെച്ചതാണ്. ഇതിൽ നിന്നും വെണ്ണ വേർതിരിക്കാം. ഞാൻ മിക്സി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മിക്സിയുടെ ഈ ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കിത് ഫിക്സ് ചെയ്യാം. ബീറ്റ് ചെയ്യാനുള്ള പാടയൊക്കെ നമുക്ക് ഈ ജാറിലേക്ക് മാറ്റാം. ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ചേർത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. വെണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിക്കാം. ഇനി ഇതിലുള്ള വെണ്ണയൊക്കെ ഈ ഐസ് വാട്ടറിലേക്ക് മാറ്റാം. ഞാൻ ഇതിലുള്ള വെണ്ണയെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് ബട്ടറായി തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യാക്കി മാറ്റാം. ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. വെണ്ണ എടുത്തതിന് ശേഷമുള്ള മോര് ബാക്കിയുണ്ട്. നമുക്കിത് കളയേണ്ട ആവശ്യമില്ല. ഇത് മോരുകറി ഉണ്ടാക്കാനോ സംഭാരം ഉണ്ടാക്കാനോ ഉപയോഗിക്കാം. ഇനി വെണ്ണയൊരുക്കി നെയ്യ് ഉണ്ടാക്കുന്നത് കൂടി നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെണ്ണ മാറ്റാം. ഇനി ഇത് ചെറു തീയിൽ ചൂടാക്കി ഉരുക്കിയെടുക്കാം. വെണ്ണയൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാതെ ഇളക്കി വേണം ചൂടാക്കാൻ. ഇപ്പം നെയ്യൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിത് അരിച്ച് കുപ്പികളിൽ സൂക്ഷിക്കാം. നാം വാങ്ങുന്ന പാലിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ശുദ്ധമായ വെണ്ണയും നെയ്യും തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.